So in our previous video, we have discussed about the types of radiation, alpha, beta and gamma. And so while radioactive substance decay we have discussed, it will become an atom of another element because our proton change varunundu. Okay, because it is radiation is coming from the nucleus, our proton or change vannitayirikam oru alpha or beta emit cheyyunnundava. So there will be decrease in proton number. So proton number change vanna automatically proton aanu oru element inde identity alle. Ipo namukkariyam 8 ennu parnayna it's oxygen. Appo 8 ennu 6 ennu parnayna it is oxygen. So avade 6 ennu oru number kornju kayna avade oxygen inde address alla adu. So angane adu maarana. Okay, so next is we try to answer these questions. So next our topic is about energy released. Okay, energy released namukkariyam it is we know that alpha allengi beta decay avunnundengilum by emission itself oru movement il thanne it is having an energy, right? Namukku speed okke discuss cheyidu. So avade oru end energy undu, a kinetic energy is there. So radioactive substances release energy when they decay. Before they decay, this energy is stored in the nucleus of an atom. അല്ലേ, അതായത് ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഡീക്കേ ആവുന്ന മുമ്പ് ബിഫോർ എനർജി ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം. സോ വെൻ ഇറ്റ് ഇസ് റിലീസ്ഡ് ഇൻ ദ ടു ഫോംസ്. An alpha or beta particle is fast moving. The nucleus that has emitted it recoils. Okay, അതായത് ഇപ്പം നമുക്കറിയാം ഒരു ബുള്ളറ്റ് എന്ന് ബുള്ളറ്റ് സ്റ്റോർ ചെയ്ത് ഇപ്പം നമുക്കറിയാം ഒരു ഗണ്ണെന്ന് ബുള്ളറ്റ് പോകുമ്പോൾ ബുള്ളറ്റിനും ഒരു സ്പീഡ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ബുള്ളറ്റ് പോയ സ്പീഡിൽ ഗണ്ണൊന്ന് ബാക്കിലോട്ട് റീകോയിൽ ചെയ്യും, ഒന്ന് ബാക്കിലോട്ട് പോകും. ആ സ്പീഡ് കാരണം ആ ഒരു പെർട്ടിക്കുലർ ഗണ്ണിന് തന്നെ ഒരു സ്പീഡ് ഉണ്ടാവും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നാണ് ആൽഫ ബീറ്റ എമിഷൻ ആയിട്ട് പാർട്ടിക്കിൾസ് പോയത്. സോ ആ സ്പീഡിൽ ആൽഫ ആൻഡ് ബീറ്റ ഇസ് ഓൾസോ ഹാവിംഗ് ദ സ്പീഡ്. അറ്റ് ദ സെയിം ഇഫക്റ്റ് ആർക്കുണ്ട്, ഈ ന്യൂക്ലിയസും ദാറ്റ് ഫ്രം ഏത് ന്യൂക്ലിയസിനാണോ അത് എമിറ്റഡ് ആയത് അതിന് എന്തുണ്ടാവും, ഒരു റീകോയിലിംഗ് നടക്കും. സോ ദ ന്യൂക്ലിയസ് ദാറ്റ് ഇറ്റ് ഹാസ് എമിറ്റഡ് ഓൾസോ റീകോയിൽസ്. ഓക്കെ, ദ ന്യൂക്ലിയസ് ദാറ്റ് ഇറ്റ് ഹാസ് എമിറ്റഡ് ഇറ്റ് റീകോയിൽസ്. അത് തന്നെ ഒരു റീകോയിൽ. അപ്പോൾ അവിടെയും ഒരു സ്പീഡ് ഉണ്ട്. സോ ബോത്ത് പാർട്ടിക്കിൾസ് ഹാവ് കൈനറ്റിക് എനർജി. ഗാമ റേ വി നോ ദാറ്റ് ഓൾറെഡി ഗാമ റേ എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജി ആണ്. സോ അതെന്താ, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. സോ ടു എനർജി ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത്, കൈനറ്റിക് എനർജി and electromagnetic radiation. So next we are going to discuss about the penetrating power of alpha, beta and gamma. ഇപ്പോൾ നമുക്കറിയാം പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും, ഒരു ഒബ്ജക്ട്സിൽ കൂടെ പോകാൻ പറ്റും എന്നുള്ളത്. സോ ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്, നമുക്കറിയാം ഈ ബെക്കുറൽ ഇത് നമുക്ക് ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോഗ്രാഫിക് ഫിലിമിലൊരു എക്സ്പോഷർ ഉണ്ട്, കോപ്പർ മെറ്റലിൽ കൂടെ അത് പോകുന്നുണ്ട്. സോ ഇറ്റ് ഇസ് പാസിങ് ത്രൂ സോളിഡ്സ് കൂടെയൊക്കെ അത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സോ വെൻ ഫിസിക്സ് വർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് റേഡിയോആക്ടിവിറ്റി, they noticed that the radiation can pass through solid materials. Okay, they can pass through the solid materials. So Becquerel showed that some of the radiation from the uranium could pass through copper. Different types of radiation can penetrate different thickness of the material. അതായത് ഇപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ ഈ മൂന്ന് റേഡിയേഷനും മൂന്ന് പെനിട്രേഷൻ കപ്പാസിറ്റി ആണുള്ളത്. അല്ലാതെ എല്ലാം ഒരേ ടൈപ്പിലല്ല പെനിട്രേറ്റ് ചെയ്യുക. അത് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് തന്നെയാണ് വി ആർ ഡിസ്ക്രൈബിങ് ഇറ്റ്. സപ്പോസ് ഇഫ് ആൽഫ മീൻസ് ആൽഫ ഇസ് ഹാവിങ് 2 protons and 2 neutrons. സോ ഇതിൽ കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത്, മോർ മാസ് for what, alpha. So if an object is, നമ്മൾ ഡിഫ്യൂഷൻ ഒന്ന് ഇതിനെ കണക്ട് ചെയ്യും. if an object is having more mass means അതിന് when compared to other two അതിന് അത്ര ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെ ഈസി ആയിട്ട് മറ്റുള്ള പുറത്തുള്ള എയറോ ആയിട്ട് തന്നെ അത് അബ്സോർബ്ഡ് ആയിട്ട് പോയിട്ടുണ്ടാകും. സോ പെനിട്രേറ്റിംഗ് പവർ is much less for alpha. Okay, കുറച്ചൊരു 5 centimeter 2 centimeter എത്തുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, so alpha particles are most easily absorbed. They can travel about 5 centimeter in air. This value is very important because examiner ee chapter nu koodal chodikka ingante questions aanu njan naarthe parna box um ee questions adayathu penetrating power alpha ku etra travel cheyan pattum, beta ku etra travel cheyan pattum, gamma etra travel cheyan pattum angane oru question koodalayitte njan kandittunde. So alpha particles are the most easily absorbed. They can travel about 5 centimeter in the air before they are absorbed. Okay, absorb
മുന്നേ മാക്സിമം അതിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് അബൌട്ട് 5 സെൻറ്റിമീറ്റർ. ദേ ആർ അബ്സോർബ് ബൈ എ തിൻ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു പേപ്പർ വെച്ച് പോലും നമുക്ക് അതിനെ ആൽഫ പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അതിൻ്റെ മാസം കൂടുതലാണ്. സോ അതിന് ഈസി ആയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. Then beta particles can travel fairly easily through air or paper, but they are absorbed by few millimeter of a metal. Okay, പേപ്പറിലും എയറിലും ഈസി ആയിട്ട് അതിന് മൂവ് ചെയ്യാം, ബിക്കോസ് അതിൻ്റെ മാസ് വളരെ കുറവാണ്. ബട്ട് മെറ്റൽസിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്യൂ മില്ലിമീറ്റേഴ്സേ പറ്റുള്ളൂ. Okay, so alpha particles, it can travel till 5 centimeter in air, but in the case of paper, they are absorbed by a thin sheet of paper. പേപ്പറിലാവുമ്പോൾ അത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയറിലാണ് ആകെ പോസിബിലിറ്റി ആർക്കുള്ളത്, ആൽഫയ്ക്കുള്ളത്. ദാറ്റ് ഇസ് ക്യാൻ ട്രാവൽ 5 സെൻറ്റിമീറ്റർ in air. In the case of beta, it is easily absorbed by the paper as well as air. Okay, easily ഞാൻ പറഞ്ഞ മാറിപ്പോയി. In beta, it can pass through air as well as in the paper. Okay, beta can travel easily through air or paper, but it can only penetrate or it can only travel in metal till few millimeters. അതിൻ്റെ അപ്പുറം അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആൽഫയ്ക്ക് എങ്ങനെയാണ്, ആൽഫയ്ക്ക് 5 സെൻറ്റിമീറ്റർ എയറിൽ മൂവ് ചെയ്യാം, അത് കഴിഞ്ഞാൽ അത് അബ്സോർബ്ഡ് ആവും. പേപ്പറിലാണെങ്കിൽ അത് ഈസിലി അബ്സോർബ് ആവും, അപ്പോൾ പേപ്പറിലും പോസിബിൾ അല്ല. ബീറ്റ ആണെങ്കിൽ പേപ്പറിലും എയറിലും ഈസി ആയിട്ട് അത് പെനിട്രേറ്റ് ആവും, ഇറ്റ് ക്യാൻ ട്രാവൽ ഈസിലി. ബട്ട് മെറ്റൽസിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി ട്രാവൽ ഇൻ ഫ്യൂ മില്ലിമീറ്റേഴ്സ്. ഗാമ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഹാവിങ് ഹൈ സ്പീഡ്, പാർട്ടിക്കിൾസും ഇല്ല, സോ ഇറ്റ് ഈസ് ഹാവിങ് അത്രയും പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഇസ് മോസ്റ്റ് പെനിട്രേറ്റിംഗ്. ഇറ്റ് ടേക്സ് സെവറൽ സെൻറ്റിമീറ്റേഴ്സ് ടു ഡെൻസ് മെറ്റൽസ്. ഈവൻ അപ്പോൾ എയറിലും ഒക്കെ ഈസി ആയിട്ടായിരിക്കും പാസ് ചെയ്യുക, എയർ പേപ്പർക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യും. മെറ്റൽസിൽ പോലും ഇറ്റ് ക്യാൻ ട്രാവൽ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ബീറ്റയുടെ കാര്യത്തിൽ മില്ലിമീറ്റേഴ്സേ പറയുന്നുള്ളൂ, ഇവിടെ സെൻറ്റിമീറ്റേഴ്സ് റേഞ്ചിൽ തന്നെ അത് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യും on several millimeters of concrete or absorb most of the gamma radiation. Okay, gamma radiation is the most penetrating. It takes several centimeter of a dense metal like lead or several meters of concrete to absorb the most of the gamma radiation. അതായത് ഈ ഗാമ റേഡിയേഷൻ മൊത്തം ഒന്ന് അബ്സോർബ് ആവണമെങ്കിൽ തന്നെ ഇത്രയും മില്ലിമീറ്റേഴ്സ് സെൻറ്റിമീറ്റേഴ്സ് പോയാൽ മാത്രമേ അതെന്താവുള്ളൂ, അബ്സോർബ് തന്നെ ആവുന്നുള്ളൂ. സോ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാർക്കാ ഗാമ, ലീസ്റ്റ് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഈസ് ആൽഫ. Okay, so this is the idea about the penetrating power. So ഈ values ഒക്കെ important ആണ്. ഇപ്പോൾ ഗാമ ആണെങ്കിൽ it can travel few centimeters in metals, ബീറ്റ ആണെങ്കിൽ few millimeters in metals, ആൽഫ ആകുമ്പോൾ പേപ്പറിൽ തന്നെ അത് അബ്സോർബ്ഡ് ആയി പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ, ഗാമ ഈസ് ഹാവിങ് ഹൈ പെനിട്രേറ്റിംഗ് പവർ. ഇനി അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെയാണ് എയറുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കത് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഗാമയൊക്കെ എയറുമായിട്ട് വേഗം ട്രാവൽ ചെയ്യുന്ന, എയറിൽ കൂടെ വേഗം ട്രാവൽ ചെയ്ത് പോകുന്നതുകൊണ്ട് എയർ മോളിക്യൂൾസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ ഗാമയ്ക്ക് എന്താ കുറവാണ് അല്ലേ. അത് ബിക്കോസ് അതിൽ പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് ഇറ്റ് ഈസ് ഈസിലി ട്രാവലിംഗ് ത്രൂ എയർ, അപ്പോൾ അവിടെ ഇൻട്രാക്ഷൻ ഇല്ല. ബട്ട് ആൽഫ ആകുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതൽ, അബ്സോർബ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് എയർ പാർട്ടിക്കിൾസ് മോർ അല്ലേ. എയർ ആയിരിക്കുമല്ലേ ഇതിനെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് with more particles. So ionizing capacity കൂടുതലുള്ളത് ആർക്കാ, ആൽഫയ്ക്കാണ്. Okay, so അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ionizing capacity is more for alpha and ionizing capacity is less for gamma. Clear? So when radiation passes through air, it may interact with air molecules, knocking electrons from them. Okay, so that the air molecules become charged. സോ എവിടെ നമുക്കറിയാം, നമുക്കിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഇസ് നോക്കിംഗ് വിത്ത് ദി ഇലക്ട്രോൺസ് ഫ്രം ദം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഇൻട്രാക്ടിങ് വിത്ത് എയർ മോളിക്യൂൾസ്. സോ ഇങ്ങനെ റബ്ബ് ചെയ്ത് പോകുമ്പോൾ അതിന്ന് എയർ മോളിക്യൂൾസിൽ നിന്ന് തന്നെ അത് റബ്ബ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺസിനെ ചിലപ്പോൾ ഇജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൽ നിന്ന് അത് റബ്ബ് ചെയ്യുമ്പോൾ അത് പോവാം. അപ്പോൾ ഒരു എയർ പാർട്ടിക്കിൾ അവിടെ ചാർജ്ഡ് ആവുകയാണ്. ഒക്കെ തന്നെയാണ് അയോണൈസ്ഡ് ആവുക. നമുക്ക് അയോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ചാർജ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, സോ വെൻ ദിസ് റേഡിയേഷൻ പാസസ് ത്രൂ എയർ, ദേ മേ ഇന്ററാക്ട് വിത്ത് എയർ മോളിക്യൂൾസ്, നോക്കിംഗ് ദി ഇലക്ട്രോൺ ഫ്രം ദം. സോ ദി എയർ മോളിക്യൂൾസ് അവിടെ എന്തായി, ചാർജ്ഡ് ആയി. സോ വെൻ നമുക്കറിയാം ഫ്രിക്ഷൻ കാരണമാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിലൊക്കെ പഠിച്ചിട്ടുള്ളത്, രണ്ട് ഒബ്ജക്ട്സ് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺസ് അവിടെ പോകുമ്പോൾ അവിടെ ചാർജ്ഡ് ആകും. സോ സെയിം ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ റേഡിയേഷൻ പോകുമ്പോൾ പാർട്ടിക്കിൾസ് അവിടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്ന് ഇലക്ട്രോൺസ് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഗെറ്റ് അയോണൈസ്ഡ്.
So molecules have become ionized. The relative ionic effects are as follows. Alpha particles are the most ionizing because കൂടുതൽ interaction അവിടെ alpha particles ആണ്. At the same time ആൽഫയ്ക്കാണ് മാസ് കൂടുതൽ. അപ്പോൾ ഒരു നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ കൂടുതൽ റബ്ബ് ചെയ്യാൻ എഫക്റ്റ് കൂടുതൽ എന്ത് വേണം, പാർട്ടിക്കിൾസ് വേണം, റൈറ്റ്? സോ ആൽഫ ഇസ് മോസ്റ്റ് അയോണൈസിങ് ആൻഡ് ഗാമ ഇസ് ദ ലീസ്റ്റ് അയോണൈസിങ്. ഓക്കെ, because the radiation from the radioactive substances cause ionization of material that absorb it, so it is known as ionizing radiation. Okay, because the radiation from the radioactive substances cause the ionization of materials that absorb. അതായത് ഏത് മെറ്റീരിയൽ ആണോ അത് അബ്സോർബ് ചെയ്യുന്നത് അതിന് തന്നെ ഒരു അയണൈസേഷൻ വരും. സോ ഇറ്റ് ഈസ് ഓഫൺ നോൺ ആസ് അയോണൈസിങ് റേഡിയേഷൻ. Okay, it is often known as ionizing radiation. So we have discussed the important points today. We have discussed alpha, beta and gamma. Alpha is positively charged, it is having 2 protons and 2 neutrons, and gamma is having just a particle of packets of charge, and beta is a negatively charged electron but not from the orbiting electron, just from inside the nucleus. And we have discussed alpha and beta particles are released, there will be kinetic energy, and gamma, it is a form of electromagnetic energy. And alpha is having the least penetrating power, it can just absorb by the paper, and gamma is having a high penetrating power, it can travel few centimeters in metals, and beta is or moderate level lana, it can travel few millimeters, it can easily travel through air and paper. In the case of ionization, കൂടുതലായിട്ട് ionize ചെയ്യുന്നത് ആരാ? alpha particles ആണ്. Gamma is the least ionizing. So gamma is the least ionizing, most penetrating. Alpha is the most ionizing but least penetrating. Okay, so അങ്ങനെ വൈസ് വേഴ്സ നിങ്ങൾ പഠിക്കുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. സോ നമ്മൾ എക്സാമിൻ്റെ നിയർ ബൈ ആയി. സോ ഇനി ടോപ്പിക്സ് നോക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ പഠിക്കുന്നത് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.